ഹായ് നമസ്കാരം. ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് സുഖം തന്നെയാണ്. അപ്പോൾ ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് കുറച്ച് കാര്യങ്ങളായിട്ടാണ്. കാരണം വെച്ചാൽ ഈ സിംഗിൾ മദറും സിംഗിൾ ഫാദറും ഉണ്ടല്ലോ. കാരണം ഈ സിംഗിൾ മദർ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡിവോഴ്സ് ആയത് അല്ലെങ്കിൽ ഹസ്ബൻഡ് മരിച്ചു പോയവർ സിംഗിൾ മദർ എന്ന് പറയാം. അതുപോലെ നമുക്ക് സിംഗിൾ ഫാദർ എന്നും പറയാം. വൈഫ് മരിച്ചു പോയവരോ അല്ലെങ്കിൽ വൈഫ് ഡിവോഴ്സ് ആയവർ നമുക്ക് സിംഗിൾ ഫാദർ എന്നും വിളിക്കാം. അവർ മക്കളെ വളർത്തുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർ സിംഗിൾ ഫാദറിനും സിംഗിൾ മദർ എന്നും വിളിക്കാം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ വന്നത് നമ്മൾ എന്താ പറയുക, ഞാൻ 19 വയസ്സ് മുതൽ സിംഗിൾ മദറാണ്. കാരണം ആ ടൈം മുതൽ ഞാൻ എൻ്റെ ലൈഫിൽ അനുഭവിച്ച കുറേ കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ. കാരണം നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ അനുഭവിച്ച കുറേ ദുരന്തങ്ങളും കുറേ പ്രശ്നങ്ങളും കുറേ അനാവശ്യമായ വാക്കുകളും ബന്ധുക്കളുടെ വായിൽ നിന്നായാലും കൂടുതൽ നമ്മൾ ബന്ധുക്കളുടെ വായിൽ നിന്നാണ് ഈ അനാവശ്യമായ വാക്കുകൾ കേൾക്കുന്നത്. അതിൻ്റെ ഇരട്ടി നമ്മൾ ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. പക്ഷേ നമ്മളിതെല്ലാം സ്ട്രഗിൾ ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളെ ഒരു കരയ്ക്ക് എത്തിക്കണമെന്ന് വെച്ചിട്ട് നമ്മൾ ഈ കേട്ടത് മൊത്തം അപരാധങ്ങളായിരിക്കാം, ഇല്ലെങ്കിൽ വേറുള്ളവർ നമ്മളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം, പലതും ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ ഇതെല്ലാം സ്ട്രഗിൾ ചെയ്ത് ജീവിതത്തിൽ നമ്മൾ എത്തിപ്പെടുമ്പോൾ നമ്മളുടെ മക്കൾ, നമ്മൾ ആലോചിക്കും നമുക്ക് എന്താ പറയുക, നമ്മുടെ മക്കൾ നാളെ നമുക്കൊരു തുണയാവില്ലേ, നമ്മുടെ മക്കൾ നാളെ നമ്മളിപ്പോൾ നിൽക്കുമെന്ന് വിചാരിക്കും. ആ സമയത്തായിരിക്കും അവരൊരു 10, 23, 24 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അവരവരുടെ ജീവിത പങ്കാളി അവർ തിരഞ്ഞെടുക്കും. നമ്മൾ കണ്ടുപിടിക്കുന്ന ആൾക്കാരൊന്നും അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അവരവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും അവരവരുടെ ജീവിത രീതിയിൽ അവർ തിരഞ്ഞെടുത്ത് അവർ ആ വഴിക്ക് പോകും. പക്ഷെ പോകുന്ന ഈ മക്കൾ എപ്പോഴും ആലോചിക്കണം, ഈ അമ്മ ജീവിച്ച് വന്നൊരു സാഹചര്യമുണ്ട്. അമ്മ ജീവിച്ച് വളർന്നു വന്ന അതേ സാഹചര്യത്തിൽ അതേ പ്രായത്തിലൂടെയാണ് ഈ മക്കളും കടന്നു വരുന്നത്. ഈ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ അമ്മയുടെ ആയാലും ഈ അച്ഛൻ്റെ ആയാലും നല്ല സമയങ്ങളും നല്ല കാര്യങ്ങളും അവർക്ക് ഇഷ്ടപ്പെട്ടതും എല്ലാം അവർ ഒരു വശത്തോടെ ഒതുക്കി വെച്ചിട്ടാണ് ഈ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നത്. പക്ഷേ ആ മക്കളത് ആലോചിക്കില്ല. ഇപ്പോൾ അന്നേരം എല്ലാവരും ചോദിക്കും മക്കൾക്ക് അങ്ങനെ വേണ്ടിപ്പെട്ട് ഇപ്പോൾ നമ്മൾ മക്കളെ കണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന്. ഒരിക്കലും അല്ല. ഞാനും ഒരു മകളാണ്, ഞാനൊരു അമ്മയുമാണ്. പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് എപ്പോഴും പെയിൻ തരും. കാരണം നമ്മൾ ഓരോ സ്ഥലത്ത് കാണുന്നുണ്ട് മക്കളെ ഉപേക്ഷിച്ച് പോയ അമ്മമാർ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മക്കളും നമ്മളോട് അത് തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. ഇപ്പം ഈ അമ്മമാരെ ഉപേക്ഷിച്ച് പോകുന്ന മക്കളെക്കുറിച്ചാണ് പറയുമ്പോൾ എൻ്റെ മകൾ എന്നോട് കാണിച്ചത് അങ്ങനെ തന്നെയാണ്. തീർച്ചയായിട്ടും എന്നെ ഉപേക്ഷിച്ച് തന്നെയാണ് ആ കുട്ടി പോയത്. ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ആ കുട്ടിയുടെ സൗകര്യത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റിയ ഒരാളുടെ കണ്ടുപിടിച്ച്, ഇല്ലെങ്കിൽ അവരൊന്നിച്ച് പോയി ജീവിക്കുന്നത്. ഞാൻ അങ്ങനെ തന്നെ പറയത്തുള്ളൂ. എന്നെ ഇപ്പം അവൾക്കൊരു വൃദ്ധസദനത്തിലോ ഒന്നും കൊണ്ടുപോകാൻ പറ്റാത്ത ഏജ് ആയതുകൊണ്ട് എന്നെ ഇങ്ങനെ ഉപേക്ഷിച്ച് പോയി. പറയുമ്പോൾ എന്താ പറയുക, എൻ്റെ അനിയനുണ്ടെന്നെ നോക്കാനെന്ന് പറയും. പക്ഷെ അതല്ല. കാരണം എൻ്റെ അനിയൻ്റെതായിട്ട് ജീവിത രീതി ഉത്തരവാദിത്തങ്ങൾ അവൻ്റെ ലൈഫുണ്ട്, എനിക്ക് വേണ്ടി ജീവിക്കാനുള്ള. പക്ഷേ എൻ്റെ മകളാണ് എനിക്ക് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും തരേണ്ടത്. സ്വത്ത് തരാനോ ഇല്ലെങ്കിൽ എൻ്റെ ജീവിതകാലം മതി ഒരു നേരത്തെ ഭക്ഷണം, ഒത്തിരി കാലത്ത് വേണ്ട, ഒരു നേരത്തെ ഭക്ഷണം തരാനുള്ള ഒരു ഉത്തരവാദിത്ത ബോധം ഏത് മക്കൾക്കും ഏത് അച്ഛനോടും അമ്മയോടും ഉണ്ട്. ഇനി സിംഗിൾ പേരൻ്റ് അല്ല, അവർ അച്ഛനമ്മ ഒരുമിച്ചുള്ളതായാലും മുതിർന്ന് കഴിഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ മതി. അന്നേരം അവരത്രയും ജീവിതത്തിൽ അത്രയും സ്ട്രഗിൾ ചെയ്ത് ലൈഫിൽ കൊണ്ടുവന്ന് വളർത്തി നിൽക്കുമ്പോൾ എവിടുന്നോ ഏതോ ഒരുത്തൻ പറന്ന് വന്ന് അവരെ കൊത്തിയെടുത്ത് അവരുടെ ജീവിതം പിന്നെ അതായിരുന്നു. അവർ കറങ്ങാൻ പോകുന്നതും വരുന്നതും ഇരിക്കുന്നതും കണ്ട പറയാൻ പറ്റത്തില്ല, അതൊക്കെ തന്നെയാണ് അവരുടെ ജീവിതം. പക്ഷേ ഞാനും ഒരമ്മയുടെ മകളാണ്. പക്ഷേ ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ അമ്മ സ്ട്രഗിൾ ചെയ്തതെല്ലാം ഞങ്ങളുടെ കൺമുമ്പിലുണ്ട്. പക്ഷേ അതുപോലെ എൻ്റെ മകൾക്ക് എന്നെ തിരിച്ചറിയാൻ പറ്റാതായിപ്പോയി. അപ്പോൾ ഞാൻ പറയുകയാണ്, സിംഗിൾ മദർ ആയാലും സിംഗിൾ ഫാദർ ആയാലും പറയുകയാണ്, നമ്മളെപ്പോഴും നമ്മുടെ പേരൻസിനോട് ഒരു ഉത്തരവാദിത്വ ബോധം വെക്കണം. നമ്മളിപ്പോൾ ഈ സൂഹിക്കുന്നതും സന്തോഷിക്കുന്നതൊക്കെ ഒരു സമയം കഴിയും, കൂടിപ്പോയ ഒരു 1-2 വർഷം. അത് കഴിഞ്ഞ് നമ്മൾ ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ദോഷം ചെയ്തിരിക്കുന്ന അച്ഛനും അമ്മയ്ക്കാണ്. പ്രത്യേകിച്ച് പറയാം, ഒരു സിംഗിൾ ഫാദർ ആയാലും ഒരു സിംഗിൾ മദർ ആയാലും അവരോടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പാവം ചെയ്തിരിക്കുന്നത്. കാരണം അവർ ആ ജീവിതത്തിൽ അത്രയും കഷ്ടപ്പെട്ട് അത്രയും സ്ട്രഗിൾ ചെയ്ത് ജീവിതത്തിൽ കാക്കയ്ക്കും പൂച്ചയ്ക്കൊന്നും കൊടുക്കാതെ അവർക്കിടെ കല്യാണം കഴിക്കാമായിരുന്നു, അവരതൊന്നും ചെയ്യാതെ ഈ മക്കൾക്ക് വേണ്ടി ജീവിച്ച് അവസാനം ലാസ്റ്റ് സമയം വരുമ്പോൾ അവരെ ഒരുമാതിരി ഇങ്ങനെയുള്ള മക്കൾ യൂസ് ചെയ്യുന്നൊരു ATM പോലെയാണ് സ്വന്തം അച്ഛനമ്മയെ യൂസ് ചെയ്യുന്നത്. കാരണം അവർക്കൊരു അത്യാവശ്യം വരുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം. അന്നേരം അതൊക്കെ കഴിഞ്ഞ് ആ മക്കളെ അത്രയും കഷ്ടപ്പെട്ട് അത്രയും രീതിയിൽ സ്ട്രഗിൾ ചെയ്ത് ജീവിതത്തിൽ എത്തിപ്പെട്ട് ഈ മക്കളുടെ ജീവിതം ഒരു സേഫാക്കി അവർ പറന്ന് പോകുമ്പോൾ ആ അമ്മയ്ക്കുണ്ടാവും അല്ലെങ്കിൽ ആ അച്ഛനുണ്ടാകുന്ന പെയിൻ ഒരു വല്ലാത്ത പെയിനാണ്. പക്ഷേ അവരെ കണ്ണിൽ നിന്ന് ആ ഒരു സങ്കടം, ഒരു തുള്ളി കണ്ണുനീര് ഇല്ലെങ്കിൽ മനസ്സ് ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞാൽ അതിൻ്റെ പാവം ഇരട്ടിയായിട്ട് ഈ മക്കളുടെ തലയിൽ ചെന്ന് വീഴും. അത് ഈ മക്കൾ അറിയുന്നില്ല. അവർ നോക്കുമ്പോൾ എന്തുവാ, സമൂഹത്തിൽ അന്തസ്സായിട്ട് ജീവിക്കുന്നു, പോകുന്നു, വരുന്നു, എടുക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു,
അതൊക്കെയാണ് അവർ കാണുന്ന സന്തോഷങ്ങൾ. ഇതൊന്നും അല്ല സന്തോഷം എന്ന് തിരിച്ചറിയുന്ന ഒരു സമയം വരുമ്പോൾ, തിരിച്ച് വരുമ്പം ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ എങ്ങനെ വന്ന് ഈ പേരൻസിൻ്റെ മുമ്പിൽ ഇവർ നിൽക്കും? ആരുടെയും ജീവിതം സേഫല്ല, അല്ലെങ്കിൽ ആരും ആർക്കും വേണ്ടി ജീവിക്കുന്ന കാലമല്ല. പക്ഷെ ആരും ജീവിക്കുമെന്ന് വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്. ഈ സ്ട്രഗിളെല്ലാം കഴിഞ്ഞു, ഇവർ പോയി സുഖിച്ച് ജീവിച്ച് എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഇവരുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു ഫോൾട്ട് വന്ന് കഴിയുമ്പം ഇവരപ്പം തരും ഇവരെ പേരൻസിന്. അതുവരെ തരത്തില്ല. ആ സമയത്ത് വീണ്ടും അച്ഛനായാലും അമ്മയായാലും അവരെ വേണം. അതുവരെ വേണ്ട. അതുവരെ അവരൊരു പാഴ് വസ്തുവാണ്. അവരെനിക്ക് എന്ത് ചെയ്തു, ഇല്ലെങ്കിൽ അവരെങ്ങനെ എന്നെ നോക്കി എന്ന് ചോദിക്കും. ഹാൻഡിലോ വല്ലപ്പോഴോ ഒരു 10-500 രൂപ കൊടുത്താൽ പിന്നെ അത് ജീവിതകാലം മൊത്തം അവർ കൊടുത്തു എന്നുള്ള പേരാണ്. അതിൻ്റെ ഇരട്ടിയായിരിക്കും അവരെ നിന്ന് മേടിച്ചുകൊണ്ട് പോയിട്ടുള്ളത്. അതൊന്നും കണക്കില്ല. മറിച്ച് ഇവർ വല്ലപ്പോഴും ഏതൊരു 500 രൂപ അല്ലെങ്കിൽ ഒരു 1000 രൂപയോ 2000 രൂപയോ കൊടുത്ത് കഴിഞ്ഞാൽ അത് അവർ ജീവിതകാലം മൊത്തം ആ പേരൻസിനെ നോക്കി എന്നുള്ള പേരിലാണ് പിന്നെ അറിയപ്പെടുന്നത്. പിന്നെ നാട്ടുകാർക്ക് പറയുന്നതും ആ രീതിയിലാണ്, ഞാൻ കഷ്ടപ്പെട്ട് കൊടുത്തു. ഈ ബാക്കിയുള്ള അച്ഛനും അമ്മയും ഇത്രയും കാലം അവർ കഷ്ടപ്പെട്ടതിന് ഒരു വാല്യൂ ഇല്ല. ഇന്നലെ പൂത്ത് വീണ ആ മരത്തിൽ നിന്ന് ഒരു പൂ അവർ പറിച്ചെടുത്തപ്പം അത് വർഷങ്ങളോളം പൂത്ത് നിൽക്കുന്ന മരമാണെന്ന് പറയും, അതുവരെ പൂത്തില്ലെങ്കിലും. ഇതെൻ്റെ അനുഭവം കൊണ്ടാണ് പറയുന്നത് കേട്ടോ, സീരിയസ്ലി പറയാം. കാരണം എൻ്റെ മകൾ വല്ലപ്പോഴും എനിക്ക് പൈസ തന്നിട്ടുണ്ട്, തന്നില്ലെന്നൊരിക്കലും ഞാൻ പറയുന്നില്ല. കൂടിപ്പോയാൽ ലക്ഷക്കണക്കിനൊന്നുമല്ല, കൂടുതൽ പോയാൽ 500 600 ഇല്ലെങ്കിൽ 1000 2000 ഒക്കെ. പക്ഷേ അവരോരോ വർക്കിന് നമ്മളെ കൊണ്ട് മേടിപ്പിക്കുന്നത് നമ്മളെ കടക്കാരിയാക്കുന്നതിൻ്റെ ഇരട്ടിയാണ്. ആ കടം വീട്ടാനുള്ള പൈസ അവർ കോസ്റ്റ്യൂം എടുത്ത പൈസയാണ് നമുക്ക് റിട്ടേൺ തരുന്നത്. നമുക്ക് തിരിച്ച് കടം വീട്ടാനുള്ളയാ. നമ്മളെ കൊണ്ട് കടം മേടിപ്പിച്ചിട്ട് അത് നമുക്ക് തിരിച്ച് തരുമ്പോൾ അത് നമുക്ക് തരുന്ന മാതിരിയാവും. ഒരിക്കലും അവർക്ക് മേടിച്ചെടുത്ത സാധനത്തിൻ്റെ കടം വീട്ടുന്നെന്ന് പറയത്തില്ല. അത് ഞാൻ കഷ്ടപ്പെട്ട് കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് പറയും. എൻ്റെ അനുഭവത്തിൽ നിന്ന് വന്ന പാടാണ് ഞാൻ പറയുന്നത്. കാരണം എൻ്റെ മകൾ എൻ്റെ സിസ്റ്ററോട് പറഞ്ഞ വാക്കാണ്, ഞാൻ എൻ്റെ മമ്മിക്ക് കൊടുത്തിട്ടുണ്ട്. എന്ത് കൊടുത്തു, എന്ത് തന്നു എന്നാണ് ഞാൻ ചോദിച്ചത് അവളടുത്ത്. എനിക്ക് എന്താ തന്നത്? അവളെ ഒരിക്കലും അവളുടെ പേരിൽ, അവൾ സൈന്ധവി സായയുടെ മകളെന്ന പേരിലേ അറിയപ്പെട്ടുള്ളൂ. ഒരിക്കലും അവളുടെ അമ്മയെന്നുള്ള രീതി ഞാൻ അറിയപ്പെട്ടിട്ടില്ല. എനിക്കതിന് ആഗ്രഹവുമില്ല. എൻ്റെ മകൾ എന്നുള്ള രീതിയിൽ അവൾ എവിടെ അറിയപ്പെട്ടിട്ടുള്ളൂ. അന്നേരം ഞാൻ ഇങ്ങനൊരു കാര്യം അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ എൻ്റെ മമ്മിക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അന്നേരം ഇത്രയും വർഷം നമ്മൾ ജീവിച്ചതോ നമ്മൾ അനുഭവിച്ചതോ നമ്മൾ സ്ട്രഗിൾ നമ്മൾ ആരത്ത് കണക്ക് പറയും? ഇല്ല, നമുക്ക് ആരത്ത് പറയാൻ പറ്റും? അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്ത പൈസ മൊത്തവും ഞാൻ കൊണ്ടുപോയി തിന്നോ, അല്ലെങ്കിൽ എനിക്ക് തന്നോ? എനിക്ക് തന്നതെന്ന് വെച്ചാൽ എന്നെക്കൊണ്ട് പല കോസ്റ്റ്യൂമിൻ്റെ കാര്യങ്ങൾക്കും ഇവർ മേടിക്കും. ഇവർ വർക്ക് ചെയ്തുകൊണ്ട് വരുമ്പം ഇവർക്ക് കോസ്റ്റ്യൂം വേണമല്ലോ, കുറേ കോസ്റ്റ്യൂം ഈ വർക്കിന് വേണം. എന്നിട്ട് ഈ കോസ്റ്റ്യൂമിൻ്റെ സാധനങ്ങളൊക്കെ ഇവർ നമ്മളെ കൊണ്ട് ഇപ്പോൾ എന്നെ കൊണ്ട് കടം മേടിപ്പിച്ച് അത് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ അതിന് എനിക്ക് ആ പൈസക്ക് തന്നേ പറ്റൂ. കാരണം എനിക്ക് കടം വീട്ടാനുള്ളതാണ്. കാരണം അവർ വർക്ക് ചെയ്യുന്നതാണ്. അല്ലാതെ എൻ്റെ വീട്ടു ചിലവിനോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ 1000 രൂപ എടുത്ത് ഇല്ലെങ്കിൽ മമ്മിക്ക് ഹോസ്പിറ്റലിൽ പോകണോ, ഇല്ലെങ്കിൽ മമ്മി ഹോസ്പിറ്റലിൽ കൊണ്ടുപോട്ടെ എന്നൊരു വാക്ക് എൻ്റെ മകളോട് ചോദിച്ചിട്ടില്ല. പലപ്പോഴും ഞാൻ സുഖമില്ലാതെ വീട്ടിൽ കിടന്ന സമയങ്ങളുണ്ട്. അന്നേരം ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പോലും ചോദിച്ചിട്ടില്ല. എൻ്റെ സിസ്റ്ററോട് പറഞ്ഞേക്കുന്ന പോലെ ഞാൻ പലപ്പോഴും രാത്രിയിൽ 2 മണിക്കും 3 മണിക്കും ഷൂട്ട് കഴിഞ്ഞ് വരുന്ന സമയത്ത് അവൾ ഭക്ഷണമില്ലാതെ എൻ്റെ വീട്ടിൽ കിടന്നിട്ടുണ്ടെന്ന്. എന്ത് വർത്തമാനമാണ് പറഞ്ഞതെന്ന് ഞാൻ ആലോചിക്കുന്നത്. എന്ത് രീതിയിലാണ് പുള്ളിക്കാരി ആ വർത്തമാനം പറഞ്ഞതെന്നാണ്. കാരണം ആ പുള്ളിക്കാരിയുടെ ഞാൻ വർക്കിന് പോകാതായിട്ട് മാക്സിമം ഒരു 1.5-2 വർഷമാകത്തുള്ളൂ. അല്ലാത്ത എല്ലാ ഇതിൻ്റെ ഷൂട്ട് നടക്കുന്ന സ്ഥലത്ത് ഞാൻ പോകുമായിരുന്നു. ഷൂട്ട് സമയത്ത് ഞാൻ പോയി അവിടെ ഇരിക്കുമായിരുന്നു. ആ പുള്ളിക്കാരിയുടെയാണ് തിരിച്ച് വന്നിട്ടുള്ളത്. പക്ഷേ ഞാൻ ഷോപ്പ് തുടങ്ങിയതിന് ശേഷം എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ അവരവരുടെ പാർട്ട്ണറായി അവരെ കൂടെയാണ് ഷൂട്ടിന് പോകുന്നതും വരുന്നതും എല്ലാം. പോയിച്ച് വരുന്ന ഈ 1.5 വർഷമായിട്ട് അവരുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അവർ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്, ഒരിക്കലും എൻ്റെ വീട്ടിലല്ല. എൻ്റെ വീട്ടിൽ വരാറാകുമ്പോഴാണ് പറഞ്ഞത് ഞാൻ അങ്ങോട്ട് വരുവാണ് എന്ന് വരുമ്പോൾ ഞാൻ രാത്രി 2 മണിക്ക് 3 മണിക്ക് ഇവർക്ക് എന്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനാണ് ഞാൻ? അന്നേരം
ആ ഒരു കാര്യം. കാരണം അത് ഞാൻ ആർക്കും ഒരു ഭക്ഷണം കൊടുക്കാത്ത സ്ത്രീയല്ല. ഒരിക്കലും ഞാൻ ഒരു ഭക്ഷണം കൊടുക്കാതിരിക്കത്തുമല്ല. ഞാൻ പലപ്പോഴും എൻ്റെ 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 ഒരമ്മയടുത്ത് വന്നൊരു മകള് ഇത്രയും കാലം ഞാൻ കേൾക്കാത്തൊരു വാക്കാണത്. വന്നിട്ട് വീട്ടിൽ പട്ടിണി കിടന്നിട്ടുണ്ടെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കേ. എത്ര വിഷമം വരും ഇതൊക്കെ കേൾക്കുമ്പോൾ. നമ്മൾ ഇത്രയും ജീവിതത്തിൽ ഇത്രയും വിഷമിച്ച് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും അപരാധങ്ങളും കാര്യങ്ങളും എല്ലാം കേട്ട് ഇവിടെ വന്ന് എത്തി നിൽക്കാൻ പറയാണ് നമ്മൾ ഭക്ഷണം കൊടുത്തിട്ടില്ല. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമായത്. കാരണം എനിക്ക് ഒത്തിരി മക്കളൊന്നുമില്ല, ഒറ്റൊരു മകളേ ഉള്ളൂ. പക്ഷെ ഞാനതങ്ങനെ ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ ഈ ലോകത്തോട് ആരോടവൾ പറഞ്ഞത് ഒരു മനുഷ്യൻ അത് വിശ്വസിക്കുമെന്ന് അവൾ വിചാരിക്കണ്ട. എന്നാൽ അവൾ കാണിച്ചിട്ട് എന്തൊക്കെ പ്രവർത്തിയിലാണ് ഞാൻ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവൾ എവിടെ ചെന്ന് നിൽക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവൾ എന്നോട് കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ പല രീതിയിൽ. ലേറ്റായിട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പുറത്ത് പോയി ലേറ്റായിട്ട് വരരുത്, മാക്സിമം 7 മണിക്ക് സ്വന്തം വീട്ടിൽ വന്ന് കയറണം. എന്താ അതിൽ തെറ്റുള്ളത്? ഒരു പെൺകുട്ടിയാണ്. നമ്മൾ ഈ ലോകത്ത് കാണുന്നില്ലേ ഓരോരുത്തരത്ത് പെൺകുട്ടികളെ കൊണ്ട് എന്തെല്ലാം ആൾക്കാർ ചെയ്യുന്നു. അതുകൊണ്ടൊരു അമ്മയുടെ ഭയം കൊണ്ട് പറയും കറക്റ്റ് 7 മണിക്ക് നീ വീട്ടിൽ വരണം, ഇല്ലെങ്കിൽ അതിനു മുമ്പ് നീ വീട്ടിലെത്തണം, പാരാത്രി കഴിഞ്ഞ് ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റില്ല. അതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ അവരിഷ്ടത്തിന് അഴിച്ചുവിടാത്തതിന് സ്വന്തം അമ്മ ആഹാരം കൊടുത്തില്ല, പാരത്തേക്ക് ഷൂട്ടും കഴിഞ്ഞ് വരുമ്പോൾ ആഹാരം കൊടുത്തില്ല എന്ന് പറയുന്നത്. എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ ആഹാരം കൊടുത്തിട്ടുണ്ട്. ഈ വയ്യാത്ത എഴുന്നേറ്റ് ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എത്രയോ ദിവസം ഞാൻ അവൾ വീട്ടിലിരിക്കുന്ന സമയത്ത് ഞാൻ സുഖമില്ലാതെ കിടന്നിട്ടുണ്ട്. എനിക്ക് ഒരു ഗ്ലാസ് കാപ്പി പോലും എൻ്റെ മകൾ തിളപ്പിച്ച് എൻ്റെ തലക്കീഴി കൊണ്ട് തന്നിട്ട് എന്നെ വിളിച്ചെനിക്ക് തന്നിട്ടില്ല. എവിടെ കിടന്ന് ഏതോ ഒരു ആൾക്കാരുടെ വീട്ടിൽ പോയി ജീവിച്ചിട്ട് വരുമ്പോൾ അവിടുന്ന് ഇപ്പം ഈ ജീവിക്കുന്നതാണോ ജീവിതം, അല്ലെങ്കിൽ ഈ ജീവിക്കുന്നതാണോ സുഖം? എന്നിട്ട് ഇപ്പം എൻ്റെ അനിയത്തിയെടുത്ത് പറയുന്നത്, എൻ്റെ അനിയത്തിയത് എത്രത്തോളം വിഷമമൊക്കെ ഉണ്ടായെന്ന് എനിക്കറിയാം. അവൾ പറയുന്നത് നീ അത് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് വിഷമിച്ചെന്നറിയാം. കാരണം നീ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നൊരു അമ്മയല്ല. ഞാൻ ഒരു മനുഷ്യർക്കും ഒരു ഭക്ഷണം വെച്ചിട്ട് ഒരിക്കലും അവർക്ക് കൊടുക്കാതിരിക്കുകയോ ഇല്ലെങ്കിൽ വേറെ ഞാൻ ഷൂട്ടിൽ നിന്ന് വരുന്ന എറണാകുളം ഇപ്പം ഞാൻ നിങ്ങളടുത്ത് സത്യം പറയാം, എൻ്റെ അടുത്ത് നീ പുള്ളിക്കാരി പോയിട്ട് തന്നെ 1.5 വർഷത്തിൽ കൂടുതലായി. എൻ്റെ അടുത്തല്ല അവർ. ആദ്യം ഹോസ്റ്റലായിരുന്നു, പിന്നെ ഞാൻ അറിയുന്നത് ഈ ഒരു എമ്പണം കെട്ട ജീവിതമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന്. ആദ്യം വേറൊരു ബോയ് ഫ്രണ്ടായിരുന്നു, ഉള്ള സത്യം പറയാമല്ലേ. പിന്നെ അറിയുന്നത് ഈ എമ്പണം കെട്ടവൻ്റെ കൂടെയാണ് ജീവിക്കുന്നതെന്ന്. അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതി ആയതുകൊണ്ട് തന്നെ ഉൾക്കൊണ്ടില്ല. അന്നേരം ചോദിക്കും ഇതൊക്കെ വന്ന് മമ്മിയുടെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞല്ലേ എന്ന്. തീർച്ചയായിട്ടും പറഞ്ഞതാണ്. അത് ഫസ്റ്റല്ല പറയുന്നത്, അവരെ വീട്ടിൽ പോയി താമസമാക്കിയതിന് ഞാനൊരു ഡൗട്ട് അടിച്ച് ചോദിച്ചതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞ ഹോസ്റ്റലിലാണ്, ഹോസ്റ്റലിൽ നിൽക്കണം, നമ്മളെ ഹോസ്റ്റലിൽ കൊണ്ടുവല്ലേ. ഇവിടെ ഇവർക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, ഇതിൽ കുറേ ഫ്രണ്ട്സ്. ആ ഫ്രണ്ട്സ് ഒരെണ്ണം പോലും സ്വന്തം അച്ഛനും അമ്മയും അനുസരിക്കുന്ന പിള്ളേരല്ല, ഉള്ള സത്യം ഞാൻ പറയാണ്. ഒരെണ്ണം പോലും സ്വന്തം അച്ഛനും അമ്മയും അനുസരിക്കുന്ന പിള്ളേരല്ല. ഒന്നിന് പുറം ഒന്നൊന്ന് പല പ്രശ്നങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഈ നല്ല കൂട്ടുകാരികളാണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമായിരുന്നു. ഇത് അവളുമാർ അതും ചെയ്തിട്ടില്ല. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമത്തിന് എന്താ പറയുക കൂട്ടു നിൽക്കുന്ന ടീമുകളാണ് എല്ലാം. എൻ്റെ മനസ്സിലുള്ളത് പറയാം. എനിക്കറിയാവുന്ന ഒരു 3-4 പെൺപിള്ളേർ, അതിലൊരു പെൺകൊച്ച് ഞാൻ പറയത്തില്ല, കൊല്ലത്തുള്ള അതിനെ ഞാൻ പറയത്തില്ല, ബാക്കി എല്ലാ അലമ്പ് പെൺപിള്ളേരാണ്. എന്നെ ഇനി കണ്ടാലും ശരി കണ്ടില്ലെങ്കിൽ ശരി ഉള്ളത് പറയാം. വീട്ടിൽ നിന്ന് പറയും ഇന്ന വീട്ടിൽ പോകാമെന്ന്. ഇവളുടെ ഒരു ഫ്രണ്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് തള്ള 3-4 ദിവസം ഒരു മാസം എൻ്റെ കൂടെ നിർത്തിയിരുന്നു. അതാരാന്ന് ഞാൻ പറയുമ്പോൾ അവൾക്കും അറിയാം, ആ കൂട്ടുകാരിക്കും അറിയാം. ഒരു ഹോസ്റ്റലിൽ കിട്ടുന്നിടം വരെ അവരമ്മ പറഞ്ഞ് ഒന്ന് നിർത്തുമോ സൈന്ധവി, വേദയുടെ ഫ്രണ്ടാണ്. അങ്ങനെ വേദ എന്നോട് ഭയങ്കര ഇത് ചെയ്തു. ഞാൻ കൂടെ നിർത്തി തള്ള കൊണ്ടുവന്ന് ആക്കിയിട്ട് അങ്ങോട്ട് പോയി എൻ്റെ വിചാരം ഈ പെങ്കൊച്ച് നമ്മുടെ വീട്ടിൽ നമ്മളോട് നിൽക്കുമായിരിക്കും. തള്ളയുടെ ഫോൺ നമ്പറോ ഒന്നും എൻ്റെ കയ്യിലില്ല, ഇതൊന്നും നമ്മുടെ കയ്യിൽ തരത്തില്ല. അതെൻ്റെ മോളും കൂടെ അതിനകത്തൊരു കള്ളിയായിരുന്നു, ഉള്ള സത്യം ഞാൻ പറയാം. തള്ള അങ്ങോട്ട് പോയി ഒരു 6-7 മണിയപ്പം ആൻറ്റി ഞാനേ എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ പോവുക. രാത്രിയിൽ 7 മണിക്ക് നടക്കുന്ന സംഭവം സഹോദരൻ ഞാൻ പറയുകയാണ്. 7 മണിക്ക് ആൻറ്റി ഞാൻ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവുക. ഒരു കസിൻ്റെ വീട്ടിൽ പോവുക. ഞാൻ ചോദിച്ചാൽ അതെന്താ ഇപ്പോൾ കസിൻ്റെ വീട്ടിൽ? അത് ആ ചേച്ചിക്ക് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ് ഞാൻ നാളെ മോർണിംഗിലേ വരത്തുള്ളൂ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എന്നാൽ എൻ്റെ മകൾ വന്നിട്ട് അമ്മ അത് അവളുടെ ഒരു കസിനുണ്ട്, അന്നേരം പുള്ളിക്കാരി എന്തോ നാളെ ഇവിടെ പോവുകയാണ്, അന്നേരം ഇവിടെ കുറച്ച് സാധനം അടിച്ചിട്ടുണ്ട്, അത് എടുക്കാൻ വേണ്ടി തള്ളയും മോളും കൂടെ വന്ന് കൊണ്ടാക്കിയിട്ട് പോയ പുറമെയുള്ള പരിപാടിയാണിത്. ഞാൻ പറഞ്ഞാൽ ശരി. കാരണം എത്ര വിശ്വാസത്തോടെയാണ് ഇവർ പരസ്പരം പറയുന്നത്.
ആ പുള്ളിക്കാരി എന്തൊക്കെ ചെയ്തെന്ന് എനിക്കും ദൈവത്തിനും അറിയാം. ഞാൻ അറിഞ്ഞു വന്നപ്പോൾ അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്. അന്നേരം അവരെ കൂടെ തന്നെയാണ് പോയി പലയിടത്ത് പോയി താമസിക്കുകയും റൂമെടുത്ത് താമസിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. ഇല്ലെങ്കിൽ അതിലേതെങ്കിലും ഒരെണ്ണം നല്ലതായിരുന്നെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഇല്ലേ കൊച്ചെ, നീ ചെയ്യുന്ന തെറ്റാണ്. ഇപ്പോഴത്തെ ജനറേഷൻ്റെ പോക്കാണ് വെറും വൃത്തികെട്ട രീതി. ഇത് ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചതാണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ ഭക്ഷണം കൊടുക്കത്തില്ല എന്നെൻ്റെ മകൾ പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വേദന എനിക്കുണ്ടാവും. കാരണം എനിക്കുള്ള ഒരേ ഒരു മകളാണ്, ഒരേ ഒരു മകൾ. ഇന്നലെ കണ്ട അവൻ്റെ വീട്ടിൽ പോയിട്ടല്ലേ ഇവൾ ആഹാരം കഴിച്ച് ഇത്രയും വളർന്നത്. ഞാൻ തന്നെ കൊടുത്തിട്ടാണ്, ഞാൻ കഷ്ടപ്പെട്ട് കൊടുത്തിട്ടാണ്. അതുപോലെ ഞാൻ ഗൾഫിൽ നിന്ന സമയത്ത് എൻ്റെ ATM എല്ലാം അവളുടെ കയ്യിൽ തന്നെയാണ്, എൻ്റെ കയ്യിലല്ല. അവൾക്ക് ഇഷ്ടമുള്ള പൈസയാണ് അവൾ അതിൽ നിന്ന് എടുത്തിരിക്കുന്നത്. അല്ല ഞാൻ അവിടുത്തെ കണക്ക് ചോദിക്കുകയോ ഇല്ലേ കണക്ക് പറയിപ്പിക്കുകയോ എന്നില്ല. സ്കൂൾ മുതൽ തുടങ്ങിയ തലവേദനയാണ് ഇപ്പോൾ കൂടിയിരിക്കുന്ന ആ പാർട്ട്ണർ. നമ്മളിത് ഇത്രയും കണ്ട് സഹിച്ച് എല്ലാം ചെയ്യുമ്പോൾ അവസാനം കൊണ്ടുവന്ന് ഈ സിംഗിൾ പേരൻസിന് കിട്ടുന്ന അപരാധങ്ങളാണ് ഈ പറയുന്ന മൊത്തം. ഇത്ര അപരാധങ്ങൾ നിരത്തി അങ്ങ് പറയാം. അവരിങ്ങനെ ആയിരുന്നു, അവരെന്നെ നോക്കിയില്ല, അവരെന്നെ കഷ്ടപ്പെടുത്തി. എവിടെ കഷ്ടപ്പെടുത്തി? അങ്ങനെയുള്ളവർ സ്വന്തം അച്ഛൻ്റെ കൂടെ അങ്ങ് പോകാഞ്ഞെന്ത്? ഒരു സ്റ്റാറ്റസിൽ കൊണ്ടെത്തിച്ച് നമ്മൾ ആ ലെവൽ കൊണ്ടെത്തിച്ച് വളർത്തിയെടുത്ത് ഇവിടം വരെ ആക്കിയപ്പോൾ പിന്നെ നമ്മളൊന്നും ചെയ്യാത്തവരായി കൊള്ളാത്തവരായി നമ്മളെ കൊണ്ട് ഇനി ലോകത്തിന് നമ്മളെ പറയാനൊന്നുമില്ല. അതെല്ലാം അങ്ങ് പറഞ്ഞ് ഇതൊക്കെ എവിടെ പോയി നന്നാവുമെന്ന് ആലോചിക്കുക. ഇന്നലെ കണ്ട ഏതോ ഒരു അലവലാതിയെ കണ്ടിട്ട് നമ്മളെ സ്വന്തം പേരൻസിന് ഇത്രയും കുറ്റങ്ങളും അല്ലേ. ഇപ്പം ഇങ്ങനെ കാണിക്കുന്ന കുറേ പെൺപിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പറയുന്ന മൊത്തം പേരൻസിനെ അതുവരെ അവരെ ATM പോലെ അങ്ങ് യൂസ് ചെയ്യും. അവളുമാരുടെ ആവശ്യത്തിനും അവളുമാരുടെ പോക്കിനും വരവിനും എല്ലാം ചെയ്യും. പലപ്പോഴും ഒന്നുസേ ഒരു 2000 ചെയ്യൂ, ഞാൻ ഷൂട്ടിന് അങ്ങ് എന്നിട്ട് അയച്ചു തരാം. ആ 2000 പോയ വഴി പിന്നെ കാണത്തില്ല. പലതവണ ഷോപ്പിൽ പല പ്രാവശ്യം തുണി എടുത്തുകൊണ്ട് പോയി. മോനുസേ ഇത് ഞാൻ കുറച്ച് കിട്ടുമ്പം തരാം. ഒരു പൈസ നമ്മുടെ കടയിലോട്ട് വന്നിട്ടില്ല. ഇതൊക്കെ നമ്മൾ ചെയ്തു, നമ്മൾ കാര്യങ്ങൾ ചെയ്തു, എല്ലാം നമ്മൾ ചെയ്തു. പിന്നെയും ഞാൻ ഓരോന്ന് ചെയ്തു കൊടുത്തുകൊണ്ടേയിരുന്നു. കാരണം എനിക്കിട്ട് ഇതാ വരയ്ക്കുന്നതെന്ന് എനിക്കറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് പലപ്പോഴും. ഇപ്പോൾ ചെയ്യുന്ന വർക്കിനെ കൊണ്ട് വേറെ ഈ വർക്ക് ആദ്യം ഡ്രോപ്പായി പോയി. പിന്നെ ഈ രണ്ടാമത് ഈ വർക്ക് തുടങ്ങുന്ന സമയത്ത് പോയി മുടി സ്ട്രൈറ്റ് അവിടെ പൈസ കൊടുക്കേണ്ട ഞാനാണ്. ലാസ്റ്റ് ഈ ഒരു വർക്കിന് ഈ ഇപ്പോൾ തുടങ്ങിയ ഇതിൻ്റെ ആദ്യത്തെ വർക്കിൻ്റെ അന്ന് എൻ്റെ കയ്യിൽ ഒരു കിമ്മിണിക്ക് പോലെ സാധനം ലാസ്റ്റ് ഇരുന്ന് കൊണ്ട് പണയം വെച്ചിട്ടാണ് ഞാൻ ആ ഇത് കൊടുത്തത്. ഞാൻ മമ്മി ഇതിൻ്റെ പേയ്മെൻറ്റ് കിട്ടിയ ഉടനെ നമുക്ക് ഈ ക്യാഷ് തിരിച്ചു തന്നേക്കാം. പേയ്മെൻറ്റും പോയി, എല്ലാം പോയി. ആകട പിന്നെ നമുക്കൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇത്രയും ATM പോലെ യൂസ് ചെയ്തിട്ട് നമ്മൾ ആഹാരം കൊടുത്തില്ലെന്ന് പറയരുത്. അതെനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. ഞാൻ ആർക്കും ആഹാരം കൊടുക്കാതിരുന്നിട്ടില്ല, ഒരിക്കലും ചെയ്തിട്ടില്ല. അവർ ഷൂട്ടിന് കഴിഞ്ഞ് അവർ 10 മണിക്ക് 11 മണിക്ക് ഷൂട്ട് കഴിഞ്ഞാണ് അവിടെ നിന്ന് കയറുന്നത്. ആ കയറി ഇവിടെ വരുന്നത് നിങ്ങൾ ആലോചിക്കണം. ട്രിവാൻഡ്രത്തുനിന്ന് ഷൂട്ടും കഴിഞ്ഞ് കയറി ഇവിടെ വരുന്നത്. ഇല്ലെങ്കിൽ ഇപ്പോൾ ഷൂട്ട് ഇന്ന് തീരുകയാണ്, ആ നൈറ്റ് ഇവിടെ വരേണ്ട ആവശ്യമൊന്നുമില്ല. അവർ ഷൂട്ടിന് ഞാനിപ്പോൾ അവരോട് പോവാതിരുന്നിട്ട് ഒരു മാക്സിമം ഒരു 1.5-2 വർഷമാകാൻ പോകുന്നത്. അതിനു മുമ്പ് വരെ ഞാനാണ് ഈ കൊച്ചിൻ്റെ കൂടെ ഷൂട്ടിന് പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ സൈന്ദവി ഡിസൈൻസ് തുടങ്ങിയതിന് ശേഷം എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. കാരണം വീട്ടിലൊരു ഇതുപോലെ വെള്ളം തരുന്നൊരു കൊച്ചുള്ളത്, അതിന് ആഹാരം വെച്ച് കൊടുക്കണ്ടേ. ഞാൻ ആലോചിക്കുക ഏത് കാലത്താണ് അങ്ങൊരു സംഭവം നടന്നതെന്ന്. ഞാൻ ആർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുത്തില്ല എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കെ, എത്ര മോശമായൊരു വർത്തമാനം. ഇത്രയും കാലം ഈ കൈ വളരുന്നോ കാല് വരുന്നോ എന്നെല്ലാം ഈ അണ്ണാക്കിലോട്ട് ഞാൻ എറിഞ്ഞു കൊടുത്തിട്ടാണ് ഈ കൈയും കാലും ഒക്കെ വളർന്നു വന്നത്. അതൊന്നും കാര്യമില്ല. ഞാൻ ഏതോ ഒരു ദിവസം പോയി പാരാത്രിക്ക് വന്ന സമയത്ത് ഫുഡ് കൊടുത്തില്ല. ഈ 2 മണിക്കും 3 മണിക്കും വെളുപ്പാങ്കാലത്ത് കയറി വരുന്നവർക്ക് ഞാൻ എന്ത് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനാണ്? എനിക്ക് ആരോഗ്യം ശരിയല്ല. നിങ്ങൾ കാണുന്ന കണക്കല്ല എൻ്റെ ആരോഗ്യം. എനിക്ക് തണുപ്പെടുത്ത് കഴിഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങാൻ പോലും ഒന്നും പറ്റത്തില്ല. ഇപ്പോഴും പോയി മരുന്ന് മേടിച്ച് സ്കാനിങ്ങും അതെല്ലാം കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ 1 വർഷമായി എൻ്റെ മമ്മി എങ്ങനെ ആഹാരം കഴിക്കുന്നു, ഇല്ല എൻ്റെ മമ്മി എങ്ങനെ ജീവിക്കുന്നു എന്നൊരു വാക്ക് തിരക്കിയ ആളാണ് ഇപ്പോൾ പുതിയ പ്രസ്താവനയായിട്ട് ഇറങ്ങുന്നത്.
പുതിയ പുതിയ പ്രസ്താവന, ഞാൻ ആഹാരം കൊടുത്തിട്ടില്ല എന്ന്. അത് എന്നെ അറിയാവുന്നവർക്കും എനിക്ക് ചുറ്റുമുള്ളവർക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം, ഞാൻ അങ്ങനൊരു ക്യാരക്ടറല്ല. മകളെ സ്വന്തം ജീവന് തുല്യം സ്നേഹിച്ച് വളർത്തിയ ഒരു സ്ത്രീ തന്നെയാണ്. അവൾക്കൊരു പേരുദോഷം ഉണ്ടാവരുത് എന്ന് വിചാരിച്ച് പൊന്നുപോലെ കൈയുടെ തട്ടേ കൊണ്ട് നടന്ന് വളർത്തിയതാണ്. അന്നേരം അവൾ അസുഖം എടുത്ത് ഒരു ഊളയുടെ പോയിട്ട് പിന്നെ ഇപ്പം എന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മുടെ സ്വന്തം ജീവിതം നമ്മൾ ആദ്യം നോക്കണം. നമ്മൾ നല്ലതാണോ, ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ ജീവിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, ഇല്ലെങ്കിൽ നമുക്ക് നാഴി വെള്ളം തരാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നെല്ലാം നോക്കിയിട്ട് വേണം എടുത്ത് ചാടാൻ. അവൾ എൻ്റെ കൂടെ ജീവിച്ച കണക്കാണ് ഇപ്പോൾ ജീവിക്കുന്നത്. മനുഷ്യൻ കണ്ടാൽ വെള്ളം കുടിക്കൂല, ആ അവസ്ഥയിലായി. എന്നിട്ടാണ് ഈ വാചകം പറച്ചിൽ. എൻ്റെ അമ്മയടുത്ത് കഴിഞ്ഞ ആഴ്ച വന്നിട്ട് പറഞ്ഞാണല്ലോ, ഞാൻ അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ല. എൻ്റെ അമ്മ എന്നോട് ചോദിച്ചു, മോളെന്താ അങ്ങനെ ചെയ്ത്? ഞാൻ എന്താ അമ്മ ചെയ്തത്? അത് ഞാൻ വിശ്വസിക്കത്തില്ല ഒരിക്കലും നീ അവൾക്ക് ഭക്ഷണം കൊടുത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കെ. ഏതോ ഒരു പ്രാവശ്യം ഷൂട്ടിന് പോയിട്ട് അത് അവൾ എൻ്റെ അടുത്ത് പോലും പറയാതാണ് ഇപ്പോൾ ഉള്ള പാർട്ട്ണറുടെ വീട്ടിൽ പോയി ജീവിച്ചത്. എൻ്റെ അടുത്ത് ഹോസ്റ്റലിൽ നിൽക്കുന്നു പറഞ്ഞിട്ട് പോയ വ്യക്തിയാണ് അടികൂടി. രാത്രി പോയിട്ട് തിരിച്ച് വരുമ്പോൾ ലേറ്റായിട്ട് വരുന്നതിന് വഴക്ക് പറഞ്ഞതിനും പിന്നെ പാരാത്രിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിനെയും വഴക്ക് പറഞ്ഞതിനും പുള്ളിക്കാരി പോയി ഹോസ്റ്റലിൽ പോവുക. ഞാൻ 10-24 വയസ്സുള്ള അല്ലെങ്കിൽ 10-23 വയസ്സുള്ള സ്ത്രീയാണ്, എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ അറിയാം. പോയി ജീവിച്ചിട്ടോ സ്വന്തം കാലം നിന്നിട്ടോ ആവുമോ. പക്ഷെ ഒരിക്കലും ഇങ്ങനൊരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കാൻ പോകാൻ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. വന്നപ്പോൾ ആ പാർട്ട്ണറേയും കൊണ്ടാണ് വരുന്നത്. ഞാൻ അന്തം വിട്ടുപോയി. എന്നിട്ട് പുതിയ പ്രസ്താവന ഇപ്പം ഈ 2 ആഴ്ചയ്ക്ക് മുമ്പുണ്ടായ പ്രസ്താവനയാണ്. വല്ലതും വന്ന് അവരെ വീട്ടിൽ വന്ന് സംസാരിച്ചിരുന്നെങ്കിൽ അത് ഇരുന്നിട്ടങ്ങ് പോവാം. ഞാൻ ഇവരുടെ ആരെയും കാര്യം തിരക്കാൻ നടക്കുന്നില്ല, എനിക്ക് അവരുടെ കാര്യം തിരക്കുകയും വേണ്ട. ഞാൻ ഒന്നിനും ആ ഒരു കൊച്ചിൻ്റെ പുറകെ ഞാൻ പോവാറില്ല. ഞാൻ എൻ്റെ കാര്യം എന്നൊക്കെ എനിക്ക് മനസ്സിലായി ഇത് വേസ്റ്റാണെന്ന്. കാരണം നമുക്ക് ഇതിനൊന്നും വേണ്ടി തല പോച്ച് ഇനി ആരോഗ്യം കളയാൻ എന്നെക്കൊണ്ടാവത്തില്ല. കാരണം എനിക്ക് ജീവിച്ചേ പറ്റൂ. ഞാൻ ഒറ്റയ്ക്കാണ്. ഇനി അങ്ങോട്ടുള്ള ജീവിതകാലം മൊത്തം ഞാൻ ഒറ്റയ്ക്കാണ്. എന്നിട്ട് ഇവർക്കൊക്കെ വേണ്ടി ജീവിച്ചിട്ട് ഞാൻ എന്താ നേടിയത്? ഒന്നും നേടിയിട്ടില്ല. ഒരു കാര്യം പോലും ഞാൻ എൻ്റെ ലൈഫിൽ നേടിയിട്ടില്ല. അതിന് അത്രയും സമാധാനം കെട്ട് ലൈഫിൽ ഇനിയെങ്കിലും മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് ആരുമില്ല. ആരോഗ്യമായാലും ഞാൻ തന്നെ നോക്കണം, എൻ്റെ കാര്യങ്ങളായാലും ഞാൻ തന്നെ നോക്കണം. അതിനുവേണ്ടി ആ ഒരു കാര്യം ഞാൻ അവരെ ഒരു പ്രശ്നത്തിനോ അല്ലെങ്കിൽ അവരെവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും തരാം. പക്ഷേ എൻ്റെ ആൾക്കാരെ മുമ്പിൽ വന്നാൽ അവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോകണമെങ്കിൽ അന്തസ്സായിട്ട് പോവുക. പോയിട്ടല്ലാതെ എൻ്റെ കുറ്റങ്ങളും എൻ്റെ ഇതുകളും പറയാൻ നിൽക്കരുത്. ഞാൻ നിങ്ങളുടെ കുറ്റങ്ങളോ നിങ്ങളുടെ കാര്യങ്ങളോ ഒന്നും തിരക്കാൻ നിൽക്കത്തില്ല, നിൽക്കുന്നതുമില്ല. എനിക്കതിൻ്റെ ആവശ്യം. ഞാൻ പോഞ്ഞ പള്ളി പുറത്തുനിന്നല്ലേ, അതേപോലെ കളഞ്ഞൊരു സാധനമാണ്. എനിക്ക് അവളുടെ കൂടെ ജീവിക്കാനോ ഇല്ലെങ്കിൽ അവളുടെ കൈ കൊണ്ട് ഒരു നേരത്തെ ആഹാരം മേടിച്ച് കഴിക്കാനോ താല്പര്യമില്ല. എന്നെ അവൾ മമ്മീന്ന് വിളിക്കുന്ന പോലെ എനിക്കിഷ്ടമല്ല, ഉള്ളത് പറയുക. കാരണം ഞാൻ അങ്ങനത്തെ രീതിയിലല്ല അവളെ വളർത്തി. എന്നെ ഇത്രയും നിങ്ങൾ വളരെ നാണം കെടുത്തിയ കാര്യം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കും എന്തിനാ ഇവളെ ഇനി വെച്ചുകൊണ്ടിരിക്കുന്നതെന്നും. കാരണം അത്ര രീതിയിലാണ് എൻ്റെ ആൾക്കാരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തിയൊരു മകളാണ്. ഒരു നല്ലൊരു മനുഷ്യൻ്റെ കൂടെ ഒരു നല്ലൊരു ആളുടെ കൂടെ അവൾ ജീവിക്കുന്നത് എനിക്ക് ഒരു പ്രശ്നവുമില്ല. അവൾ സന്തോഷമായിട്ട് ജീവിക്കുക. പക്ഷേ ഇതിലൊരിക്കലും ഞാൻ സേഫാന്ന് പറയത്തില്ല. ഞാൻ തുറന്ന് പറയുക, ഇപ്പം അവൾ ഒരിക്കലും സേഫായിട്ട് ജീവിക്കുകയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. വെയിറ്റ് ആൻഡ് സീ. ജീവിതത്തിൽ നമുക്ക് ഇരുന്ന് കാണാം. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയടുത്ത് എൻ്റെ അനിയത്തിയടുത്തോ വരുന്നെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കുക, അവരൊപ്പം ഇരുന്ന് സംസാരിക്കുക, സന്തോഷിക്കുക, പോവുക. അല്ലാതെ ഞാൻ അവർക്ക് ആഹാരം കൊടുത്തില്ല, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാൻ മോനുസിന് വേണ്ടിയാണ് ചെയ്തത്. ഇവൾക്ക് ചെയ്ത അത്രയും രീതി തന്നെ മോനുസിന് ചെയ്തിട്ടുള്ളൂ. മോനുസിനെ ഒന്നും ചെയ്തിട്ടില്ല. ഇവളെ നോക്കിയാൽ അത്രയൊന്നും എൻ്റെ ജീവിതം ഞാൻ മോനുസിന് വേണ്ടിയിട്ട് കളഞ്ഞിട്ടില്ല. പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ നാഴി വെള്ളം കുടിക്കണമെങ്കിൽ ഈ ചെറുക്കനെ എൻ്റെ ഒപ്പം കാണത്തുള്ളൂ എന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് അവളെ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോവുകയാണ് ചെയ്തത്. കാരണം അവൾ വെറും ഒരു കാപട്യമാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ പറ്റിക്കുകയാണെന്ന് മനസ്സിലായി. എന്നിട്ട് പറയാൻ ഷൂട്ടിന് പോയി ആഹാരം കൊടുത്തില്ലെന്ന് കേസ്. എനിക്ക് എന്ത് വിഷമം ഉണ്ടായി. ഞാൻ ആഹാരം കൊടുത്തില്ലെന്ന് പറയല്ലേ.
ഇത് കാണണം, ഇത് ഇപ്പോഴായാലും അവൾ കാണണം. കാരണം വരുന്നെങ്കിൽ അമ്മയടുത്ത് വരുന്നില്ല, എൻ്റെ സിസ്റ്റർ വരുന്നില്ല, അവർ സംസാരിച്ച് സന്തോഷത്തോടെ അവർ അമ്മൂമ്മയാണ് എല്ലാം ഇരുന്നിട്ട് പോവാം. ഈ അമ്മൂമ്മയും സിസ്റ്റർ സ്നേഹങ്ങളും എന്നോട് പറയരുത്. എൻ്റെ അമ്മ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഒരു ബില്ലടയ്ക്കേണ്ട കൂടുതൽ ബില്ല് വന്നു, അമ്മയുടെ ഇൻഷുറൻസ് ശരിയായില്ല. അന്ന് ഈ അമ്മ വിളിച്ചിട്ട് ഇവിടുത്തെ ഒരു 10,000-5,000 ചോദിച്ച്, ഇപ്പോൾ കൊടുക്കാൻ പറ്റാഞ്ഞോട്ടൊന്നുമല്ല, കൊടുത്തില്ല. എന്നിട്ടാണ് അങ്ങോട്ട് തെല്ലിപ്പിടിച്ചുകൊണ്ട് ചെല്ലുന്നത്, ആ വീട്ടിലോട്ട് ചെല്ലുന്നത്. ഓരോരു കൊച്ചുമകളാണ്, നിങ്ങൾ ആലോചിച്ചോ. അത്രയും സുഖമില്ലാതെ ആ അമ്മ ആ ഹോസ്പിറ്റൽ ഇവളെ വളർത്തിയവരും കൂടെയാണ്. ആ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ വിളിച്ചിട്ട് ഒരു 500 രൂപ കൊടുത്തിട്ട്, അമ്മ ഇത് എൻ്റെ കയ്യിൽ ഇതേ ഉള്ളു, ഇല്ലെങ്കിൽ സ്നേഹത്തോടൊരു വാക്ക്, ഒന്ന് തിരക്കാം, ഒന്ന് നോക്കാം. അതൊന്നും ചെയ്യാതെ 1.5 മാസം കഴിഞ്ഞ് ആ വീട്ടിലോട്ട് ഒന്ന് കയറിയിട്ട് കുറ്റങ്ങൾ എൻ്റെയാണ് പറയേണ്ടത്. അവൾ പോയി അവിടെ അമ്മായിയമ്മ അവിടെ ബാക്കിയുള്ളവരെ പറയാം, എന്നെ പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അവരാരും ചിലവിലല്ല ജീവിക്കുന്നത്, ഞാൻ എൻ്റെ സ്വന്തം കാലിൽ അധ്വാനിച്ചിട്ടാണ് ജീവിക്കുന്നത്. അല്ല ഞാൻ അവളുടെ രീതി കൊണ്ടോ അല്ലെങ്കിൽ അവളുടെ സ്റ്റാറ്റസിലോ ജീവിക്കാൻ ഒരിക്കലും നിങ്ങൾക്കറിയാം. നിങ്ങളുടെ അടുത്ത് പോലും ഞാൻ ആളുടെ പേര് പോലും പറഞ്ഞിട്ടില്ല, ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഞാൻ അവളുടെ സ്റ്റാറ്റസ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല, എനിക്ക് താല്പര്യവുമില്ല. എന്നിട്ടാണ് ഈ വാചകവടി. പിന്നെ ഞാൻ പറഞ്ഞു വന്ന കേസ്, ഈ സിംഗിൾ മദറായാലും സിംഗിൾ പേരെ അവർ കുറേ ദുഃഖങ്ങളും കഷ്ടപ്പാടും എല്ലാം അറിഞ്ഞാണ് സ്വന്തം മക്കളെ വളർത്തുന്നത്. പക്ഷെ അവരെ ഇത്തിരി ഒന്നും മനസ്സിലാക്കണ്ട, ഒരു ശകലമെങ്കിലും, ഒരു കടുക് മണിക്കെങ്കിലും അവരെ തിരിച്ച് മനസ്സിലാക്കുക. അവരെ നല്ല പ്രായമോ യൗവനോ എല്ലാം കഴിഞ്ഞ് അവർ കളഞ്ഞു കുളിച്ച് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടിയിട്ട് കളയും. അവസാനം എവിടുന്നെങ്കിലൊക്കെ ഒരു വായി നോക്കി അല്ലെങ്കിൽ ഒരു വായി നോക്കി പെണ്ണോ വായി നോക്കി ചെക്കനോ വരുമ്പോൾ അവരെ പിന്നാലെ അങ്ങ് പോകും. പിന്നെ അച്ഛനും അമ്മയും ദോഷം ചെയ്തവരായി, ദുഷ്ടതകളായി, കഷ്ടപ്പെടുന്നവരായി, അങ്ങനെയായി ഇങ്ങനെയായി മറ്റേതായി മറിച്ചതായി അവരെക്കുറിച്ച് പറയാൻ കൊള്ളാത്ത എല്ലാം അങ്ങ് പറഞ്ഞുണ്ടാക്കും. പക്ഷെ ഇങ്ങനെയുള്ള മക്കളൊന്നും എവിടെയും പോയി രക്ഷപ്പെടത്തില്ല കേട്ടോ, ഉള്ളത് പറയാം. എവിടെയും പോയി രക്ഷപ്പെടത്തില്ല. സ്വന്തം അമ്മയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീരോ അല്ലെങ്കിൽ അപ്പൻ്റെ കണ്ണിൽ നിന്ന് ഒരു കണ്ണുനീരോ വരുത്തുന്ന മക്കൾ എവിടെ പോയാലും രക്ഷപ്പെടത്തില്ല. ഞാൻ അത്ര വലിയ ദ്രോഹിയായൊരു അമ്മയൊന്നുമല്ല, എനിക്കങ്ങനെ ആവാനും പറ്റത്തില്ല. ഞാൻ അങ്ങനത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ നിന്നല്ല ഞാൻ വളർന്നു വന്നത്. അമ്മയുടെ ഇമോഷനൊക്കെ ശരിക്കും മനസ്സിലാക്കി അറിഞ്ഞ് വളർന്നതാണ് ഞങ്ങൾ മക്കൾ. അതുകൊണ്ട് ഒരിക്കലും എനിക്ക് അങ്ങനെ ആകാൻ പറ്റില്ല. എൻ്റെ അമ്മ അങ്ങനെ ആയാലും ഞാൻ അങ്ങനെ ആവത്തുള്ളൂ. പക്ഷേ എൻ്റെ അമ്മ അങ്ങനെ അല്ലായിരുന്നു. എൻ്റെ അമ്മ ഞങ്ങളെ പൊന്നുപോലെ വളർത്തിയത്, സ്നേഹവും എല്ലാം തന്നു തന്നെ വളർത്തിയത്. ആ ഒരു ഇത് ഞങ്ങളുടെ കയ്യിലുമുണ്ട്. അത് ഞങ്ങൾ അവരെ ദുഷിച്ച് ഇവരെ ദുഷിച്ച് ഇതാക്കി ഇല്ലെങ്കിൽ മക്കളെ നോക്കാതെ ഒന്നുമില്ല. ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടാൻ പോയത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി അത്രയും കഷ്ടപ്പെട്ടത്, ഞാനത് കണ്ടതുകൊണ്ട്. പിന്നെ ഇവർക്കൊന്നും, കാരണം ഇവർ ജീവിതത്തിലൊരു അമ്മയാവാനുള്ള ആഗ്രഹമൊന്നും അവർക്കില്ല. അതുകൊണ്ട് ആ വേദനയും നോവും ഇവരറിയത്തില്ല. അവർക്ക് അതിൻ്റെ ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ പട്ടി കിടന്ന് ചലയ്ക്കുന്നതൊക്കെ കുറേ ചലയ്ക്കും. ഞാൻ അങ്ങനെ കരുതുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയാം, മര്യാദയ്ക്ക് എൻ്റെ ഫാമിലിയിൽ വന്നാൽ അവിടുന്ന് എന്തെങ്കിലും കഴിച്ചുകൊണ്ട് പോവുക, ഇല്ലെങ്കിൽ അവരിപ്പോൾ സന്തോഷ സമാധാനത്തിൽ ഇരുന്നിട്ട് പോവുക. അതിൻ്റെ ഇടയ്ക്ക് ചൊറിയാമ്പുഴ ആട്ടുന്ന എന്നെ ആട്ടാൻ വരരുത്. ഞാൻ നിൻ്റെ മറ്റവൻ്റെ അമ്മയെ പോലെയോ അല്ലെങ്കിൽ നിൻ്റെ മറ്റവൻ്റെ ബന്ധുക്കളെ പോലെയോ ഒന്നുമല്ല. ഞാൻ എൻ്റെ സ്വന്തം കാര്യം നോക്കി ഞാൻ ജീവിക്കുന്നൊരു സ്ത്രീയുമാണ്. അത് നീ സ്വയം ഒന്ന് ചിന്തിച്ചാൽ മകളെ നിനക്ക് കൊള്ളാം. അല്ലാതെ എന്നെ മാന്തി പൊട്ടിക്കാൻ വരരുത്. കാരണം എൻ്റെ ജീവിതം ഞാൻ ഒരു മനുഷ്യരോട് ശത്രുത വെക്കാത്തൊരു സ്ത്രീയാണ്. അത് അവൾക്ക് തന്നെ അറിയാം. അവൾ എന്നോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് അത്. മമ്മിയെ ദ്രോഹിച്ച് എത്ര ആൾക്കാർ, പക്ഷെ മമ്മി അവരോടൊക്കെ എന്ത് സ്നേഹത്തോടാണ് മമ്മി പെരുമാറുന്നതെന്ന്. എൻ്റെ ക്യാരക്ടർ അങ്ങനെ തന്നെയാണ്. പക്ഷേ എൻ്റെ മകളോടുള്ള ക്യാരക്ടർ എനിക്കതല്ല. കാരണം എൻ്റെ ജീവിതം 3/4%, ഇപ്പോൾ ഒരു 1/4% ഉള്ളൂ, അത്ര അവൾക്ക് വേണ്ടി ജീവിച്ചതാണ്. പോയ വഴി പോവുക, അല്ലാതെ തിരിഞ്ഞ് നോക്കിയിട്ട് എന്നെ ഇട്ടിട്ട് കുത്താനും നിൽക്കരുത്. ഞാൻ നിൻ്റെ ഒരു വഴിക്കോ നിൻ്റെ പാർട്ട്ണറുടെ വഴിക്കോ നിൻ്റെ പാർട്ട്ണറുടെ അമ്മയുടെ വഴിക്കോ അല്ലെങ്കിൽ പെങ്ങളുടെ വഴിക്കോ ഒന്നും ഞാൻ വരാറില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. കാരണം എൻ്റെ ഒപ്പം അല്ല അവരെന്ന് എനിക്കത് വൃത്തിയായിട്ടറിയാം. അതുകൊണ്ട് ഞാൻ അതിന് നിൽക്കത്തില്ല. ഞാൻ എൻ്റെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരോ എൻ്റെ സമയം നിൽക്കുന്ന ആൾക്കാരോട് ഞാൻ സഹകരിക്കാറുള്ളൂ, എനിക്ക് കൂട്ടുകൂടാൻ ഇഷ്ടമുള്ളൂ. അല്ലാതെ എന്നെക്കാട്ടി ഇങ്ങനെ എന്താ പറയുക, ഞാൻ ചിന്തിക്കുന്നതിനപ്പുറത്തുള്ളൊരു മനുഷ്യരോട് എനിക്ക് കൂട്ടുകൂടാനോ ഇല്ലെങ്കിൽ ഇതാക്കാനോ ഞാൻ നിൽക്കില്ല. അത് നിനക്കറിയാം ഞാൻ എന്തുകൊണ്ടാണ് അത് പറഞ്ഞതെന്ന്. അതുകൊണ്ട് നിൻ്റെ അവൻ്റെ ഫാമിലിയെ എന്നെയും കൂടെ ഒരു ത്രാസിൽ തൂക്കാൻ നിൽക്കല്ലേ മോളെ. ആ ത്രാസ് അങ്ങ് പൊട്ടിപ്പോവും. ചിലപ്പോൾ ഞാൻ മണ്ടയിലെടുത്ത് അടിച്ച് പൊട്ടിച്ചെന്നും ഇരിക്കും. അതുകൊണ്ട് അവനവൻ്റെ കാര്യം നോക്കി ഇരുന്നാൽ നിനക്ക് കൊള്ളാം.
മനസ്സിലായ? പിന്നെ ഞാൻ എൻ്റെ വാ വെച്ച് നീ എന്താ ചെയ്തതെന്ന് ഞാൻ പറയാത്തത് വേറെ ഒന്നും കൊണ്ടല്ല. എനിക്കൊരു ഇത്തിരി നാണവും അന്തസ്സും അഭിമാനവും ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആരെടുത്തും അത് പറയാത്തത്. ചുമ്മാ എൻ്റെ വായ കൊണ്ട് ഞാനായിട്ട് സിബിട്ടിരിക്കുക. നീയായിട്ട് വന്നത് കുത്തി തുറക്കരുത്. എനിക്ക് ഇത്രയാണ് എൻ്റെ പൊന്നു മകളോട് പറയാനുള്ളത്. ഞാൻ ആഹാരം തന്നില്ല, ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് നീ അത് ദൈവം പോലും നിന്നോടത് പൊറുക്കില്ല. കാരണം എനിക്കിന്ന് 42 വയസ്സായി. ഈ 42 വയസ്സ് ഞാൻ നിന്നോടത് ചെയ്തു എന്ന് പറഞ്ഞാൽ, നമ്മൾ തമ്മിൽ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് കൂടിപ്പോയ ഒരു 8 വർഷം പോലും ആയിട്ടില്ല. അതുവരെ നീ എവിടെയായിരുന്നു, ഞാൻ എന്തായിരുന്നു, ഞാൻ എവിടെ വല്ലയിടത്തും പോയി നിനക്ക് വേണ്ടി വല്ല നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുമായിരുന്നു. നിൻ്റെ വിദ്യാഭ്യാസം കളഞ്ഞ നീ തന്നെയാണ്. നിൻ്റെ കരിയർ നഷ്ടപ്പെടുത്തുന്നത് നീ തന്നെയാണ്. നിൻ്റെ ജീവിതത്തിലെല്ലാം നഷ്ടങ്ങളും നടത്തിയത് നീ തന്നെയാണ്. നിൻ്റെ വാക്കോട് കേട്ടോണ്ടാണ് ഞാൻ വേറൊരു കല്യാണം ഉറപ്പിച്ചത്. എന്നിട്ട് നീ അവരോടെന്താ ചെയ്തത്? അല്ലെങ്കിൽ ആ പയ്യനോടെന്താ ചെയ്തത്? അല്ലെങ്കിൽ ആ പയ്യൻ്റെ ഫാമിലിയോട് എന്താ ചെയ്തത്? അതുപോലെ മോക്ക് എന്തെങ്കിലും ഒരു മൂളയുണ്ടോ ചിന്തിക്കാൻ? നിന്നെ മാന്യമായി നിർത്തിയിട്ടാണ് ചോദിച്ചത്. നിനക്ക് ഈ കല്യാണം ഇഷ്ടമാണോ ചോദിച്ചപ്പോൾ ഇഷ്ടമല്ലെങ്കിൽ ആ സ്പോട്ടിൽ പറയും ഇഷ്ടമല്ലായിരുന്നു എന്ന്. അത് പറയാതെ നിങ്ങളെല്ലാവരും എനിക്കിഷ്ടമാണ് അങ്കിൾ എന്ന് പറഞ്ഞിട്ട് പിന്നെ കാണിച്ച മറ്റേ ഇതുണ്ടല്ലോ, അതാണ് വെറും മറ്റേ സ്വഭാവം. പിന്നെ കാണിച്ച പരിപാടി അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. എന്നിട്ട് ആ ഒരു ഫാമിലിയോട് ഞാൻ നാണം കെട്ടത്, ഞാൻ ഇതൊന്നും നമുക്കൊരു പ്രശ്നമില്ല. എവിടെ കിടന്ന ഒരു കൂറ ഫാമിലിയുടെ പോയിട്ട് പിന്നെ വർത്തമാനം പറയുന്നത്, ചൊറിയുന്നത് എന്നെ. ഇതെന്ത് ജോലി അതെന്ത് ജോലിയെന്ന് എനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. അതൊരു എൻജിനീയർ, ആ ലെവൽ എവിടെയാണെന്ന് അറിയാം, ഇതെന്താണെന്നും അറിയാം. അതുകൊണ്ട് ഇങ്ങോട്ട് മാന്തി പൊട്ടിക്കാനൊന്നും വരരുത്. അതൊരു പഴഞ്ചൊല്ലുണ്ട്, അട്ടയെ പിടിച്ച് നമ്മൾ മെത്തേ കിടത്തിയാൽ കിടക്കില്ല, അട്ട ഇഴഞ്ഞു പോകേണ്ടടുത്ത് അത് കണക്ക് പോകും. അതുപോലെയാണ് നീ ചെയ്തിരിക്കുന്നത്. അത് എപ്പോഴും നീ ആലോചിച്ചാൽ കൊള്ളാം. കുറേ പൂച്ചയും കൂച്ചയും ഒക്കെ വളർത്തി അവിടെ അവരപ്പിയും കോരി നീ അങ്ങ് ജീവിക്ക്. അല്ലാതെ എൻ്റെ ഫാമിലിയിലോട്ട് വന്നിരുന്നിട്ട് എന്നെ കുത്താനും എന്നെ ചൊറിയാനും എന്നെ ദുഷിക്കാനും നിൽക്കരുത്. ഞാൻ നിന്നെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നുമോളെ നീ തലേ തുണിയിട്ടുകൊണ്ട് ഓടേണ്ട ഓട്ടം വരും. അത് ചെയ്യിക്കരുത് എന്നെക്കൊണ്ട്. ഞാൻ നിനക്കൊരു മെസ്സേജോ ഒന്നും, ഞാൻ നിന്നെ ഒന്നിലും ബ്ലോക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ നിനക്കൊരു മെസ്സേജോ ഒന്നും ഞാൻ നിനക്ക് അയക്കാറ് പോലുമില്ല. ഒരു പഴഞ്ചൊല്ലുണ്ട് തങ്കു, അതെന്നെക്കൊണ്ട് പറയിപ്പിക്കരുത്. ഓക്കെ, ബൈ. അന്നേരം ഞാൻ ഇത്രയും പറഞ്ഞ കേസ് വേറൊന്നും വിചാരിക്കരുത്, മനസ്സ് വിഷമം കൊണ്ടാണ്. കാരണം ഞാൻ പറഞ്ഞു വന്നത് അച്ഛനും അമ്മയുടെ കാര്യം തന്നെയാണ്. പക്ഷേ ഇവർ തരുന്ന വേദനകളാണ് നമുക്ക് ഏറ്റവും വലുത്. അവരാ കാര്യങ്ങളെല്ലാം കഴിയും നമുക്ക് തരുന്ന ആപ്പ്. ഇന്ന് എനിക്ക് ഇത്രയുള്ള കേസ് പറയാനുള്ള. നാളെ വേറൊരു സബ്ജക്റ്റുമായിട്ട് ഞാൻ ഇത് സബ്ജക്റ്റല്ല, ഇതെൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്ന ഏറ്റവും വലിയ വിഷമമാണ്. കാരണം ഞാൻ അറിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു ഫീലിങ്സ്, ഇതെനിക്ക് തുറന്ന് പറയണം പറഞ്ഞാൽ ഇരുന്നതാണ്. സ്വന്തം മകൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാത്ത ഒരു അമ്മയെന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക കേസ്, എത്രത്തോളം വിഷമം ഉണ്ടാവുമെന്ന്. കാരണം ജീവിതത്തിൻ്റെ പകുതി ഭാഗവും നമ്മൾ കളഞ്ഞ് ഇവർക്കൊക്കെ വേണ്ടിയിട്ട് കളഞ്ഞിട്ട് അവസാനം നമ്മൾ കേൾക്കുന്ന വർത്തമാനം അതാണ്. അല്ല, അവളെ നോക്കിയ ആൾക്കാർക്കും എൻ്റെ ചുറ്റോടെ നിന്ന ആൾക്കാർക്കും എല്ലാവരും ഞാൻ അവളെ എങ്ങനെയാണ് നോക്കിയതെന്ന് എനിക്ക് അവളാണൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണ്ട. പിന്നെ മോനൂസിനെ നോക്കിയത് എനിക്ക് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവനെ എനിക്ക് നാഴി വെള്ളം തരാനുള്ളത്. തീർച്ചയായിട്ടും ഇന്ന് ആശുപത്രി കൊണ്ട് 10,000 രൂപയായി, സ്കാനിങ്ങും അതും ഇതെല്ലാം കൂടെ. എൻ്റെ മകൾ തന്നോ? ഇല്ലെങ്കിൽ മകൾ ചോദിച്ചോ? പലപ്പോഴും ഞാൻ ആശുപത്രി കിടന്നിട്ടുണ്ട്, അന്നും പല ബില്ലുകളായിട്ടുണ്ട്. അന്നും കെട്ടിയത് ഈ കൊച്ചു തന്നെ ആണല്ലോ. അല്ലെങ്കിൽ മമ്മിക്ക് ആശുപത്രി കേട്ട ഒരു 2,000 രൂപ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എൻ്റെ മകളോട് തന്നോ? അപ്പോഴെൻ്റെ മകൾ ടൂറ് പോകുമായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേസ് പറയാനുള്ളത്. ബാക്കി നമുക്ക് നാളെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റ. വിഷമം കൊണ്ടാണ് കേട്ടോ ഇത്രയും ചൂടായത്, വേറെ ഒന്നും വിചാരിക്കരുത്.